കേരളം ഇപ്പോൾ ഒരു വലിയ ആകാംക്ഷയിലാണ്. മെയ് 4-ാം തീയതി വോട്ടെണ്ണൽ നടക്കുമ്പോൾ ആര് ജയിക്കും, ആര് തോൽക്കും എന്നതിനേക്കാൾ വലിയൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും? അതോ ഇനി ജയിച്ചില്ലെങ്കിൽ ആ കസേരയുടെ പേരിൽ ആരെല്ലാം തമ്മിൽ തല്ലും? സംഗതി ഗൗരവമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ കോൺഗ്രസിലെ ഗ്രൂപ്പ് മാനേജർമാർ ഇപ്പോൾ തന്നെ ചായക്കടയിലും സോഷ്യൽ മീഡിയയിലും DCC ഓഫീസുകൾക്ക് മുന്നിലും കളം നിറഞ്ഞു കഴിഞ്ഞു. നേതാക്കൾ തമ്മിലുള്ള ഐക്യം കാണുമ്പോൾ നമുക്ക് കണ്ണു നിറഞ്ഞു പോകും. അത്രയ്ക്ക് വലിയ സ്നേഹമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ കാണുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ നോക്കിയാൽ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് അരങ്ങേറുന്നത്. എറണാകുളം DCC ഓഫീസിന് മുന്നിലെ ആ ഫ്ലെക്സ് യുദ്ധം മുതൽ ഡൽഹിയിലെ രഹസ്യ നീക്കങ്ങൾ വരെ എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം. നമുക്കാദ്യം ആ എറണാകുളം DCC ഓഫീസിന് മുന്നിലെ കാഴ്ചയിലേക്ക് വരാം. അവിടെ ഒരു വലിയ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു. പേര് കോൺഗ്രസ് ഫാമിലി എന്നാണ്. സംഗതി കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഉള്ളടക്കം അല്പം കടുപ്പമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകാൻ നോക്കേണ്ടെന്നും PR വർക്ക് നടത്തി മുതിർന്ന നേതാക്കളെ താറടിക്കുന്നത് നിർത്തണമെന്നുമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. സതീശൻ PR ഏജൻസികളെ വെച്ച് ഇമേജ് ബിൽഡിംഗ് നടത്തുന്നു എന്ന ആരോപണം കോൺഗ്രസിനുള്ളിൽ കുറെ കാലമായി പുകയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇതാ ഫ്ലെക്സ് രൂപത്തിൽ പുറത്തു വന്നു. ആലുവയിൽ നേരത്തെ സതീശനെ അനുകൂലിച്ച് ബോർഡുകൾ വന്നപ്പോൾ അതിന് മറുപടിയായി ചെന്നിത്തല പക്ഷം ഇറക്കിയ മിസൈലാണ് ഇതെന്ന് ആർക്കും മനസ്സിലാകും. ഇനി ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയയിലെ ചെളിവാരിയേറ്. ഗ്രൂപ്പ് തിരിഞ്ഞ് നേതാക്കൾ പരസ്പരം പാര വെക്കുന്ന കാഴ്ച കണ്ടാൽ തോന്നും ഇവർക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലേതാ. ഹൈക്കമാൻഡ് വായ മൂടിക്കെട്ടാൻ പറഞ്ഞിട്ടും ഇവരുടെ കൈകൾ ഫ്ലെക്സ് അടിക്കാനും പോസ്റ്റ് ഇടാനും വെമ്പുകയാണ്. ഇനി നമുക്ക് മറുവശത്തേക്കൊന്ന് നോക്കാം. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം പറയുന്നത് താൻ അവിടെ പോയത് മഹാരാഷ്ട്രയിലെ പാർട്ടി കാര്യങ്ങൾ നോക്കാനാണെന്നാണ്. പക്ഷേ നമ്മളൊക്കെ പണ്ടേ കേട്ടിട്ടുള്ളതല്ലേ, ഡൽഹിയിൽ പോകുന്നത് എപ്പോഴും ഒരു പ്രത്യേക തരം ഉച്ചകോടിക്ക് വേണ്ടിയാണെന്ന. സതീശൻ കേരളത്തിൽ ഗ്രൗണ്ട് വർക്ക് ചെയ്യുമ്പോൾ ചെന്നിത്തല ഹൈക്കമാൻഡിൽ നേരിട്ട് സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. സതീശനെ പിന്തുണയ്ക്കുന്ന ചില ഘടക കക്ഷികളുടെ നീക്കം ചെന്നിത്തല പക്ഷത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലീഗിലെ ചിലർ സതീശനെ അനുകൂലിക്കുന്നു എന്ന വാർത്ത വന്നതോടെ ചെന്നിത്തല ക്യാമ്പ് ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങി. ഇതിനിടയിലാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ചെന്നിത്തലയെ പുകഴ്ത്തി പരസ്യം വരുന്നത്. വോട്ടെണ്ണൽ ദിവസം ഒരു പക്ഷേ കസേരയ്ക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് ഒരു തീരുമാനമുണ്ടായാൽ അത് തന്റെ പേരിലാകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. പാവം സതീശൻ ഇവിടെ ഗ്രൂപ്പ് യുദ്ധത്തിൽ പൊരുതുമ്പോൾ ചെന്നിത്തല ഡൽഹിയിൽ കരുക്കൾ നീക്കുകയാണ്. ഇതൊക്കെ കണ്ട് സഹിയിട്ട AICC പ്രതിനിധി ദീപാദാസ് ഒരു വിലക്ക് ഏർപ്പെടുത്തി. ആരും മുഖ്യമന്ത്രി ചർച്ച നടത്തരുത് എന്ന്. പക്ഷെ നമ്മുടെ നേതാക്കൾക്ക് ആ കേൾവി ശക്തി കുറച്ചു കുറവാണ്. വായ കൊണ്ട് പറയുന്നില്ലെങ്കിലും ഫ്ലെക്സ് വഴി അവർ സംസാരിച്ചു കൊണ്ടിരിക്കും. KPCC പ്രസിഡന്റ് K സുധാകരനാകട്ടെ എല്ലാ മാധ്യമങ്ങളുടെ കുറ്റമാണെന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ്. ഇതിനിടയിൽ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും വാ പൊളിച്ചു നിൽക്കുകയാണ്. വോട്ട് പിടിക്കാൻ നമ്മൾ കഷ്ടപ്പെട്ടു, ഇപ്പോൾ ഇവർ കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്നു എന്നതാണ് അവരുടെ അവസ്ഥ. ഫ്രാൻസിസ് ജോർജ് പറയുന്നത് ഇതിലൊന്നും താൻ ഇടപെടാനില്ലെന്നാണ്. ശരിയാണ്, ആ വീട്ടിലെ കാര്യം അവർ തന്നെ തീർക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് പിന്നിലേക്ക് നോക്കിയാൽ ഈ പോരിന്റെ വേരുകൾ കാണാം. പണ്ട് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നയിച്ചിരുന്ന AI ഗ്രൂപ്പുകൾ തമ്മിലായിരുന്നു പോരാട്ടമെങ്കിൽ ഇന്നത് സതീശൻ പക്ഷവും ചെന്നിത്തല പക്ഷവും തമ്മിലായി മാറിയിരിക്കുകയാണ്. സതീശൻ ഗ്രൂപ്പുകൾക്ക് അതീതനാണെന്ന് അവകാശപ്പെടുമ്പോഴും അണിയറയിൽ ശക്തമായ ഒരു സതീശൻ ഗ്രൂപ്പ് തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നതാണ് എതിരാളികൾ പറയുന്നത്. പണ്ട് ചെന്നിത്തലയെ ഒതുക്കാൻ സതീശൻ കാണിച്ച അതേ ബുദ്ധി ഇപ്പോൾ ചെന്നിത്തല തിരിച്ചു പ്രയോഗിക്കുന്നു എന്നതാണ് ഇവിടുത്തെ തമാശ. കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ ഇതിനെ വിളിക്കാം. ഗ്രൂപ്പില്ലാത്ത കോൺഗ്രസ് എന്ന മുദ്രാവാക്യം മുഴക്കിയവർ തന്നെ ഇപ്പോൾ ഓരോ ഫ്ലെക്സിന് പിന്നിലും ഓരോ ഗ്രൂപ്പിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനിടയിൽ പാവം മുസ്ലിം ലീഗിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാവരും ഇടപെട്ട് അച്ചടക്കം വേണമെന്ന് പറയേണ്ടി വന്നു. UDFന്റെ നട്ടെല്ലായ ലീഗിന് ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. ഭരണം കിട്ടിയാൽ ഈ നേതാക്കൾ തമ്മിലടിച്ച് സമയം കളയുമോ എന്നാണ് അവരുടെ ആശങ്ക. ലീഗിലെ ഒരു വിഭാഗത്തിന് സതീശനോടാണ് താല്പര്യമെന്ന വാർത്തകൾ വന്നതോടെയാണ് ചെന്നിത്തല പക്ഷം കലിപ്പിലായത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ലീഗ് വളർന്നോ എന്നാണ് അണിയറയിലെ ചോദ്യം. ഇതിനിടയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാകട്ടെ ഞങ്ങൾ ഇതിലൊന്നുമില്ല എന്ന മട്ടിൽ സൈഡിൽ നിൽക്കുകയാണ്. ആര് വന്നാലും ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതി എന്ന വിനയപൂർവമായ നിലപാടിലാണ് അവർ. ഇനി ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് കിടക്കുന്നത് ഡൽഹിയിലാണ്. സതീശനും ചെന്നിത്തലയും തമ്മിൽ തല്ലുമ്പോൾ ദൂരെ മാറി നിന്ന് എല്ലാം നിരീക്ഷിക്കുന്ന ഒരാളുണ്ട്, KC വേണുഗോപാൽ.
ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ അദ്ദേഹം മനസ്സ് തുറന്നിട്ടില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു ഡാർക്ക് ഹോഴ്സായി KC വരുമോ എന്നാണ് ഗ്രൂപ്പ് മാനേജർമാരുടെ പേടി. സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള ഈ ഫ്ലെക്സ് യുദ്ധം മുറുകിയാൽ ശരി, എന്നാൽ രണ്ടുപേരും വേണ്ട, മൂന്നാമതൊരാൾ വരട്ടെ എന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അത് KCക്ക് ഗുണകരമാകും. അതുകൊണ്ട് തന്നെ ചെന്നിത്തലയും സതീശനും ഇപ്പോൾ പരസ്പരം നോക്കുന്നതിനേക്കാൾ പേടിയോടെ ഡൽഹിയിലേക്ക് നോക്കുന്നുണ്ട്. നേതാക്കൾ ഇങ്ങനെ കസാരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുടെ അവസ്ഥയോ? വെയിലത്ത് നടന്ന് വോട്ട് ചോദിച്ചതും പോസ്റ്റർ ഒട്ടിച്ചതും അവരാണ്. ഫലം വരുന്നതിന് മുമ്പേ നേതാക്കൾ തമ്മിലടിക്കുന്നത് കണ്ട് അവർ അന്തം വിട്ട് നിൽക്കുകയാണ്. ജയിക്കുമെന്ന് ഉറപ്പില്ല, അതിനു മുമ്പേ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയോ എന്നാണ് അണികൾ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സതീശിന് വേണ്ടി പോസ്റ്റ് ഇടുന്നവരും ചെന്നിത്തലയ്ക്ക് വേണ്ടി ഫ്ലെക്സ് അടിക്കുന്നവരും തമ്മിലുള്ള ഈ സൈബർ യുദ്ധം കാണുമ്പോൾ ഇത് കോൺഗ്രസ് തന്നെയാണോ അതോ രണ്ട് പാർട്ടികളാണോ എന്ന് തോന്നിപ്പോകും. അപ്പോൾ സംഗതി വ്യക്തമാണ്. മെയ് 4 വോട്ടെണ്ണുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷത്തേക്കാൾ വലിയ തലവേദനയാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ്. സതീശന്റെ PR ടീമും ചെന്നിത്തലയുടെ സീനിയോറിറ്റി വാദവും KCയുടെ ഡൽഹി സ്വാധീനവും ഇതൊക്കെ കൂടി ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. ഹൈക്കമാൻഡ് ആരെ വാഴിക്കും, ആരെ വീഴ്ത്തും? അതോ ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ ഈ ഫ്ലെക്സുകളൊക്കെ ആര് കൊണ്ടുപോകും? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നേതാക്കൾ നേരിട്ടൊന്നും പറയുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തുല്യമായ പോരാട്ടം. സതീശൻ അനുകൂലികൾ ഇറക്കുന്ന വീഡിയോകൾ കണ്ടാൽ തോന്നും പുള്ളി ഒരു ഹോളിവുഡ് സ്റ്റാർ ആണെന്ന്. സ്ലോ മോഷൻ നടത്തം, ഗൗരവത്തിലുള്ള നോട്ടം, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കും. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ചെന്നിത്തല ഗ്രൂപ്പുകാർ തിരിച്ചും ഇറക്കുന്നുണ്ട് ചില ഐറ്റങ്ങൾ. രമേശ് ജി നയിക്കും, കേരളം രക്ഷപ്പെടും എന്നൊക്കെയുള്ള ക്യാപ്ഷനുകൾ കണ്ടാൽ തോന്നും ഇവർ തമ്മിലല്ല, മറിച്ച് മറ്റ് പാർട്ടികളോടാണ് ഇവരുടെ മത്സരമെന്ന്. സ്വന്തം പാർട്ടിക്കാരെ തന്നെ തോൽപ്പിക്കാൻ PR ഏജൻസികൾക്ക് ലക്ഷ്യങ്ങൾ കൊടുക്കുന്ന ഈ രീതി കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മെയ് 4 ഫലം വരുമ്പോൾ ആര് ജയിച്ചാലും തോറ്റാലും കേരളത്തിലെ ഫ്ലെക്സ് അടിക്കുന്ന കടക്കാർക്ക് നല്ല ലാഭമുണ്ടാകും. കാരണം അടുത്ത 5 വർഷം ആര് പ്രതിപക്ഷ നേതാവാകും എന്നതിന് വേണം ഫ്ലെക്സ്, ആര് KPCC പ്രസിഡന്റ് ആകും എന്നതിനും വേണം ഫ്ലെക്സ്. കോൺഗ്രസിലെ ഈ കസേരകളി അവസാനിക്കില്ല. സതീശന്റെ PR ഏജൻസിയും ചെന്നിത്തലയുടെ ഡൽഹി മിഷനും KCയുടെ സൈലന്റ് നീക്കങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം മലയാളികൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് തന്നെയാണ്. ഭരണമില്ലെങ്കിലും ഐക്യമില്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ അടിക്ക് ഒരു കുറവുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ. ഇനി കോൺഗ്രസിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും താൻ ഒരു ഗ്രൂപ്പിലും ഇല്ലെന്ന്. സതീശൻ പറയും തനിക്ക് ഗ്രൂപ്പില്ലെന്ന്. ചെന്നിത്തല പറയും താൻ ഐക്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ എറണാകുളം DCC ഓഫീസിന് മുന്നിൽ ഫ്ലെക്സ് വരുമ്പോൾ മാത്രം ആ അദൃശ്യ ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെടും. നേതാക്കൾ അറിയാതെ അണികൾ ഫ്ലെക്സ് അടിക്കില്ലെന്ന് ആർക്കാണ് അറിയാത്തത്? സതീശന്റെ ഹൈടെക് ടീം സോഷ്യൽ മീഡിയയിൽ റീലുകൾ ഉണ്ടാക്കുമ്പോൾ ചെന്നിത്തലയുടെ പഴയ പട ഫ്ലെക്സ് അടിക്കാൻ പ്രസ്സുകളിലേക്ക് ഓടുകയാണ്. ഇത് ശരിക്കും ഒരു ജനറേഷൻ ഗ്യാപ്പ് പോരാട്ടം കൂടിയാണ്. ഡിജിറ്റൽ PRും അനലോഗ് ഫ്ലെക്സും തമ്മിലുള്ള യുദ്ധം. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഈ കോമഡി വരും ദിവസങ്ങളിൽ കൂടുതൽ കൊഴുക്കുമെന്ന് ഉറപ്പാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.